ആരാധിപ്പാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഒരവസരം കൂടെ അങ്ങ് സമ്മാനിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി വേള ഞങ്ങൾക്കെല്ലാം സുഖകരമായ നിദ്ര തന്നു. കർത്താവ് ഞങ്ങളെ താങ്ങിയതിനാൽ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് സന്തോഷത്തോടെ കടന്നു വന്ന് ഇന്ന് പകൽവേള അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ ഇക്കഴിഞ്ഞ ദിനങ്ങളൊക്കെ പകർന്നു. നേരിടാൻ വരുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും കർത്താവെ ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങളിൽ നിന്ന് ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഈ പ്രഭാതത്തിൽ തിരുസന്നിധാനത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ വിശ്വാസ കണ്ണുകളെ ഉയർത്തി അങ്ങേ കണ്ടുകൊണ്ട് ആരാധിപ്പാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്തിരിക്കുക. സ്തോത്രം. ഇന്ന് പകൽ വേളയിലെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ആരാധന കർത്താവേ ശുശ്രൂഷകൾ ഇന്ന് പകൽ വേള ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൽ സൃഷ്ടിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിയോഗം കർത്താവേ, വലിയ സാന്നിധ്യം ഇന്ന് പകൽവേള ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് അങ്ങേ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യും. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് അത്ഭുതം ചെയ്യും. കൂട്ടിവരുത്തി എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ആളാം പ്രതി അനുഗ്രഹിക്കണമേ. കടന്നു വരാനുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്ര വേഗം കൂട്ടിവരുത്തണം. വഴിമതിയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം. യാതൊരു പ്രയാസവും ഭാരവും കൂടാതെ കർത്താവേ ക്ഷേമത്തോടെ കടന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോടയാക്കണമേ. കർത്താവേ ആരാധന കഴിഞ്ഞ ശേഷം നടക്കുന്ന ഞങ്ങളുടെ സഭാ ആലയത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അത് ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സാന്നിധ്യം അവിടെ അനുഭവിച്ചറിവാൻ കർത്താവ് കൃപ ചെയ്യും. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. കാരണം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആത്മാവിൽ പാടി ആരാധിപ്പാൻ, ചേർന്ന് പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകളോടെ എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. പുകഴ്ത്തിടാം ദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയ കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓരാ ഭയങ്കര കൊടിയതായി വരും നേരത്ത്, ഓരാ ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്ത്, ആർക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം
യോഗാൻ സമമനശോധനയിലോ താണുവീണു പോകാതെ യോഗാൻ സമമനശോധനയിലോ താണുവീണു പോകാതെ ആർപ്പിച്ചയോട് കാത്തുപാലിക്കുന്ന സ്നേഹമാചയ ആർപ്പിച്ചയോട് കാത്തുപാലിക്കും സ്നേഹമാചയ
Jesus. Thank you, Lord. Hallelujah. Hallelujah, hallelujah. Praise you, Jesus. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഒരവസരം കൂടെ നമ്മുടെ ആയുസ്സിൽ ദൈവം നമുക്ക് സമ്മാനിച്ചല്ലോ. ഈ മരുപ്രയാണ ജീവിതത്തിൽ കഴിഞ്ഞ ദിനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടാമായിരുന്ന എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും, ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗദുഃഖാദികൾ, കഷ്ടനഷ്ടങ്ങളിൽ എല്ലാം വിടുവിച്ച് നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലുകളെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമുക്കൊരവസരം കൂടെ ദാനമായി നൽകിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട അനേകർക്ക് ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ, ഈ പുലർവേള കാണുവാൻ കഴിയാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച്, ഹല്ലേലൂയ, തന്റെ സ്നേഹം നമ്മിൽ വെളിപ്പെടുത്തി നമുക്ക് ആയുസ്സും ആരോഗ്യം വർദ്ധിപ്പിച്ച് നൽകി. ഇന്ന് പകൽവേള കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. ഇന്ന് പകൽ സമയത്തെ ആരാധന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി തീരടയാകേണ്ടതിന് ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിന്റെ മേശയും നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോടു കൂടുതൽ പങ്കുകാരായി തീരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി, ശക്തീകരിക്കേണ്ടതിനായി ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ഈ സഭായോഗത്തിന്റെ ആദ്യമസാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഭരിച്ച് നിയന്ത്രിക്കേണ്ടതിനായി സന്നിധാനബോധത്തോടും ഏകാഗ്രതയോടും ഭയഭക്തിയോടും ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളുകളായി ദൈവസന്നിധാനത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നപോലെ ദൈവം നമുക്ക് നൽകിയ ആ സ്ഥലത്ത് ആലയം പണിയുവാനായി പ്രാർത്ഥിച്ച് ക്രമീകരണങ്ങൾ നാം ചെയ്തു വരുന്നു. പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിൽ പ്രാരംഭമായി ഇന്ന് പകൽവേള ആ സ്തോത്ര സ്റ്റോണിലേക്ക് ചെയ്യുവാൻ ആഗ്രഹിച്ച് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഈ വിശുദ്ധ സഭായത്തിന് ശേഷമായി, രാവിലെ നടക്കുന്ന ആരാധനയ്ക്ക് ശേഷമായി നടക്കുന്ന ആ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വലിയ ആത്മാ സാന്നിധ്യം നാം അനുഭവിച്ചാലും, പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗം, നിയന്ത്രണം നാം അനുഭവിച്ചാലുടെയാകേണ്ടതിന് സ്തോത്രത്തിൽ നിന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്, കർത്താവിന്റെ മേശയിലെ ശുശ്രൂഷ അനുഗ്രഹമായി തീരേണ്ടതിന് കടന്നു വന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദത്തെ പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ദൈവം വെള്ളിയാഴ്ച പാൽക്കാലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിവിടെ കൂടി വരുവാനും ദൈവത്തെ ആരാധിക്കാനും ഞങ്ങളുടെ മഹാദയക്കായി ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ആരെങ്കിലും യാത്രാമധ്യയിൽ ആയിരിക്കുന്നെങ്കിൽ ദൈവമേ അവരും തക്ക സമയത്ത് എത്തേണ്ടതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആരാധന സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇന്ന് നടക്കാൻ പോകുന്ന ശുശ്രൂഷകൾ ഓരോന്നും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ ഉണ്ടാകേണ്ടതിനാൽ ഞങ്ങൾ അങ്ങേ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ലഭിക്കേണ്ടതിനാൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അതിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനം ദൈവമേ ഞങ്ങൾ ദൈവദാസനിലൂടെ കർത്താവ് ഞങ്ങൾക്ക് തരേണ്ടതാണ്. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇന്നിവിടെ ആരെങ്കിലും രോഗത്താൽ, ക്ഷീണത്താൽ, പ്രയാസത്താൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം അവരെല്ലാവരും ദൈവത്താൽ ബലം പ്രാപിച്ച് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുന്ന ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ ദൈവം ഞങ്ങൾക്ക് ലഭിക്കേണ്ട നാൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന ഓരോ ശുശ്രൂഷകളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, തിരുമേശയിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവമേ ഭാഗമാക്കാനുള്ള കൃപ അങ്ങ് നൽകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ആരാധനയ്ക്ക് ശേഷം ദൈവമേ ഞങ്ങൾ ഇന്ന് ദൈവമേ ഞങ്ങളുടെ പുതിയ സഭയ്ക്കായി കല്ലടിയിൽ ചടങ്ങ് നടക്കുന്നു. ദൈവം അതിന്മേലും ദൈവത്തിൻ്റെ വലിയ കൃപ ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ, ഇന്ന് പണി തുടങ്ങിയത് തീരുന്നോടം വരെ ദൈവമേ അതിന്റെ സകല മഹത്വം ദൈവത്തിനായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്ങും ഒരു തടസ്സോ പ്രയാസോ വരാതെ വണ്ണം ദൈവത്തിന്റെ കൃപ ദൈവമേ അത് മുൻനിർത്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളിലും ദൈവത്തിന്റെ കൂടി ഉണ്ടായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാം ജീവിച്ച് യേശുവിലും ചോദിക്കുന്നു, കൃപയോടെ കേട്ടോ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് 137 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. 137 സങ്കീർത്തനം, Psalm number 137.
137 സങ്കീർത്തനം അവസാനത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മുഖത്തപ്പെടും. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീനെന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു. യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ. ഞാൻ ഇടിച്ചു കളയുവീൻ, അടിസ്ഥാനം വരെ അതിനിടിച്ചു കളയുവീൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി ഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. ബാബേൽപുത്രിയെ, നീ ഞങ്ങളോട് ചെയ്ത പോലെ നിന്നോട് ചെയ്യുന്ന ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God, Jesus. Hallelujah. Praise you, Jesus. Hallelujah, hallelujah. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നപ്പോൾ സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽവേള ദിവസന്നിധാനം കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്നവരാണ്. കഴിഞ്ഞ നാളുകൾ നമുക്കുണ്ടായ നഷ്ടങ്ങൾ ഓർത്ത് സ്തോത്രം, അതിൽ തകർന്നു പോകാതെ ഈ ദിവസങ്ങൾ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായി തീരുവാൻ, നമ്മുടെ നഷ്ടങ്ങൾ ലാഭമായി തീരുവാൻ, അങ്ങനെ ആക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊരുമിച്ച് നമ്മെ തന്നെ സമർപ്പിക്കാമല്ലോ. ദൈവം ചെയ്ത സകല നന്മകളും ദൈവത്തിന്റെ വിടുതലുകളും ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മെ തന്നെ സമർപ്പിച്ച ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ ഒരു സമർപ്പണ ഗാനം പാടാമല്ലോ. ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി. എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പി തന്നിമ്പ ഓടി
നേരം സ്വർഗചിന്ത മാത്രമേ ഏകമേ ആശ്രയമേ താൻ മാത്രം ആദരത്തു എന്നെ ആഴം കാണത്തു സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ ആത്മാവാ വഴി കാട്ടി എന്നെ സാദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പി മൊഴി കേൾപ്പി സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഹല്ലേലൂയ. നമ്മോടൊപ്പം ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന നമ്മുടെ ദൈവം എത്ര നല്ലവൻ. നമ്മുടെ ദൈവം നമ്മുടെ വഴികാട്ടിയാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. സ്തോത്രം. ആ ദൈവത്തിൽ നമുക്ക് ആനന്ദിക്കാം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. നമുക്കെല്ലാവർക്കും ചേർന്ന് ശബ്ദം ഉയർത്തി കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താനന്ദം, അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ആമേൻ. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമീ ലോകേ ഞാനാകിലും സാന്ത്വനം തരും സുഖം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഓ ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാറ്റുവെളിയിലത്രേ. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ഓ ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാറ്റുവെളിയിലത്രേ. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യമെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഓ ആരോ വെറുത്താലും ആരും ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു.
പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ. ഓ ആരു വെറുത്താലും ആരു ചെറുത്താലും സാരമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ടായി യേശു എനിക്കുള്ളതാനന്ദം. എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം ജീവിതം. ഓ ആരും സഹായിക്കും ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. ബലഹീനനായി കിടന്നാലും ചാലും ഞാൻ യേശുവിന്റെ മാർവിൽ. ഓ ആരും സഹായിക്കും ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാലും ഞാൻ യേശുവിന്റെ മാർവിൽ. എത്തും സഹായമത്യത്ഭുതമാം ക്രിസ്തു സുഖപ്പെടുത്തും. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ. സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനകത്തരുന്നതെന്തിന്. ഓ ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ. സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനകത്തരുന്നതെന്തിന്. കർത്തനാമേശുവോടൊത്തു നടക്കുകയിൽ നിത്യാനന്ദം ലഭ്യമേ. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ. ആരും വെറുത്താലും ആരും ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ട യേശു എനിക്കുള്ളതാനന്ദം. എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ഓ ആരും സഹായിക്കും ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. ആരും ബലഹീനനായി കിടന്നാലും ചാലും ഞാൻ യേശുവിന്റെ മാർവിൽ. ഓ ആരും സഹായിക്കും ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. ബലഹീനനായി കിടന്നാലും ചാലും ഞാൻ യേശുവിന്റെ മാർവിൽ. ഓ എത്തും സഹായമത്യത്ഭുതമാം വിധം തൊട്ടു സുഖപ്പെടുത്തും. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ഓ ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവൻ ക്രിസ്തനെ വിട്ടുപോയിടുമോ. സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനകത്തരുന്നതെന്തിന്. നിത്യാനന്ദം ലഭ്യമേ. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം.
അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. എനിക്കെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിന്റെ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ലോകേ ഞാനാകുന്നു സുഖമെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിന്റെ കൂടെയുള്ള വാസം. ആമേൻ. ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. എനിക്കെന്താനന്ദം, പ്രിയ യേശുവിന്റെ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം Thank you, Jesus. പ്രിയ പിതാവേ, നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വന്ന സമയം നിമിഷം വരെ ഞങ്ങളെ അനുഗ്രഹിച്ചു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, നല്ല സങ്കീർത്തനം പാടുവാൻ ദൈവം അവസരം നൽകി. ഗാനശ്രൂഷകർക്ക് നേതൃത്വം നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം പിന്നെ ശക്തീകരിക്കണം. പാടി ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷമേലും ദൈവത്തിന്റെ സാന്നിധ്യവും ആത്മനിയോഗവും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് അങ്ങേ മുഖത്തുപെടുത്തുവാൻ കൃപ ചെയ്യും. എളിവിനെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ക്രിസ്തയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പുലർകാലത്തിൽ മുഖത്തുപെടുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിലൊരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കടന്നു വന്ന് നമ്മുടെ ദൈവമായ കർത്താവിനെ സ്തുതിപ്പാൻ, മുഖത്തുപെടുത്തുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷിയാൽ കർത്താവിൻ്റെ വിലയേറെ ദാസന്മാർക്കും, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ അത്ഭുതകരമായി പരിപാലിപ്പാനിടയായി. ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് സാവകാശം ഒരുക്കിയല്ലോ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷിയാൽ നമ്മുടെ മധ്യേ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുൻ അംഗവും ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലുമായിരിക്കുന്ന കർദാസൻ പാസ്റ്റർ ടി ജോഷു അവர்கள் US ആൽബിനി, ന്യൂജേഴ്സി കർത്താവിൻ്റെ വേലയോട് ബന്ധത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് അവர்கள் അവരോടൊരുമിച്ച് രാവിലെ പ്രഭാതവേളയിൽ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നു. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ പ്രത്യേകാൽ വന്ദനം ചൊല്ലുന്നു. ഈ പ്രഭാതത്തിൽ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവസന്നിധാനത്തിൽ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വരുന്നതുപോലെ നമുക്ക് ദൈവം അനുവദിച്ച് നൽകിയ ആ സ്ഥലത്ത് സഭകളുടെ പണിയുടെ പ്രധാനപ്പെട്ട പ്രാരംഭഘട്ടമെന്ന നിലയിൽ ഇന്ന് സ്റ്റോൺ ലേ ചെയ്യുവാൻ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആയിരിക്കുന്നല്ലോ. അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കി വരുന്നു. ആ ശുശ്രൂഷയും വളരെ ഭംഗിയായി നടക്കണം. ഇന്ന് പകൽവേള കർത്താവിൻ്റെ ദാസൻ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ മധ്യമുണ്ട്. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷ നടക്കണം. അപ്പോൾ തന്നെ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. ഇക്കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാരംഭത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് വാക്യം പ്രസ്താവിക്കുന്നതായിരിക്കും. ഫോർ ബൈബിൾ റെസിറ്റേഷൻ our children will come forward. Timothy Jose Chandi will lead the session. Praise the Lord. Lamentations 3 verse 22. Because of the Lord's great love, we are not consumed, for his compassions never fail. Amen. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട പകൽവേളയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായി കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം അവസരം ഒരുക്കി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം അവരെ അനുഗ്രഹിച്ചു, പരിപാലിച്ചു. അവരുടെ പഠനകാര്യങ്ങളിൽ യാത്രകളൊക്കെ കൂടിരുന്നു. അനർത്ഥങ്ങളൊക്കെ വിടുവിച്ച് സൂക്ഷിച്ചല്ലോ. ദൈവം പിന്നെ അവരെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയായി നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ കരങ്ങൾ അവരുടെ നേരെ നീട്ടി അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വളർച്ചയിൽ ഇന്നയോളം കൂടിരുന്നു, അവരുടെ പഠനകാര്യങ്ങൾ കൂടിരുന്നതിനെ സഹായിച്ചു. ദൈവകൃപ അവരിൽ പകർന്നു മാനിച്ചതോർത്ത് സ്തോത്രം. അവരിൽ പകർന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരുടെ യാത്രകളിൽ പഠനകാര്യങ്ങളൊക്കെ കൂടിരുന്നല്ലോ. അനർത്ഥങ്ങൾ അപകടം വിടുവിച്ച് ക്ഷേമത്തോടെ കൂട്ടി വരുത്തി ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ ദൈവകൃപ ചെയ്തതിനായി സ്തോത്രം. തുടർന്നുള്ള ദിനങ്ങളിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുസരണവും ദൈവകൃപയും ദൈവഭക്തിയും ഉള്ളവരായി, മാതൃകയുള്ളവരായി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി ഇരുപ്പാൻ ദൈവം സഹായിക്കണം. അവരുടെ പരീക്ഷാ ദിനങ്ങളൊക്കെ കൂടിരിക്കും. വേണ്ട കൃപ പകർന്നു മാനിക്കും. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിൻ്റെ നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് അവിടുത്തെ രക്തത്താൽ മുദ്ര വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എക്കാലത്ത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ബി സീറ്റഡ്. അത്യാവശ്യമായി പ്രാർത്ഥനാ വിഷയങ്ങളോ സാക്ഷ്യവാചകങ്ങളോ ഓർപ്പിക്കാനുള്ള പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള അവസരമുണ്ട്. വേഗത്തിൽ സമയത്തെ വിനിയോഗിക്കാൻ നിങ്ങളെ ക്ഷണിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതാരാധനയിൽ പങ്കെടുപ്പാൻ കർത്താവ് ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പലരും അറിഞ്ഞിരിക്കും പ്രകാരം എൻ്റെ ഓൾഡർ സിസ്റ്റർ ഇൻ ലോയുടെ മരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ
കുടുംബമായിട്ട് ഇന്ന് രാത്രിയിൽ നാട്ടിലേക്ക് പോകുന്നു. ഞങ്ങളുടെ യാത്രയ്ക്കായി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നാളെ രാവിലെ ഫ്യൂണറൽ സർവീസ് നടക്കുന്ന സമയത്ത് അങ്ങ് ചെന്നെത്തിച്ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ ഞങ്ങൾ പോകുന്നു. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കഴിഞ്ഞ നാളിലൊക്കെയും കുടുംബമായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനൊക്കെയും ഇടയാതിനെ ഓർത്ത് നന്ദിയോടെ എല്ലാം ഓർക്കുന്നു. ദീർഘവർഷങ്ങളിൽ പ്രദേശത്ത് കർത്താവ് ഞങ്ങളെ നിർത്തുന്നു. എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ആരാധന ഞങ്ങൾക്ക് ബലമാണ്. ഇവിടുത്തെ സഭാംഗങ്ങൾ ബലമാണ്. ഇവിടുത്തെ ശുശ്രൂഷയുള്ള അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഫാസ്റ്റർ സന്തോഷ് തരിയനോടും അതുപോലെ ജോഷ ഫാസ്റ്ററോടും ഒക്കെ ആയിരിക്കാൻ കർത്താവിടെ ആദ്യം ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിരിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഓക്കെ. ദൈവത്തിന് സ്തോത്രം. ഈ പൽക്കാലം ദൈവങ്ങളോട് ഒന്നിച്ച് ഇവിടെ ആയിരിക്കാൻ കൃപ ചെയ്തതിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ പേര് സുമിത് എന്നാണ്, കോട്ടയം സ്വദേശിയാണ്. കുടുംബം നാട്ടിൽ തന്നെയാണ്. ഞാനിവിടെ പെട്രോവിഷൻ ഒരു കമ്പനി ജോലിയോടനുബന്ധിച്ച് ഇവിടെ ആയിരിക്കുന്നു. അല്ലൻസാബിലാണ് താമസിക്കുന്നത്. സാമുവൽ അച്ചായൻ്റെ കൂടെയാണ് ഞാൻ ഇവിടെ വന്നത്. എല്ലാവരും അടിയനോർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ സാക്ഷ്യവാചകങ്ങളെ പ്രസ്താവിച്ച് നാം കേട്ടല്ലോ. നാം അറിഞ്ഞിരിക്കുകയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു വരുന്നത് പോലെ നമ്മുടെ പ്രിയ ജോർജ് കുട്ടിച്ചാൻ്റെ ജ്യേഷ്ഠത്തെ, പ്രിയ വിൽസമാമയുടെ ജ്യേഷ്ഠത്തി താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അതിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് പകൽവേള ശുശ്രൂഷകൾ ഇവിടെ നടക്കുന്നതിനുള്ള ബന്ധത്തിൽ അവർ ഇത് സംബന്ധിച്ചിട്ട് കടന്നു പോകാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നല്ലോ. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇന്ന് രാത്രി നാട്ടിലേക്ക് കടന്നു പോകുന്നു. നാളെ ഫ്യൂണറൽ സർവീസ് നടക്കുകയാണല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പ്രിയപ്പെട്ട ജോർജ് അമ്മാമ്മയുടെ യാത്രയിൽ ദൈവം കൂടിരുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകാതെ ദൈവം എല്ലാം വളരെ ഭംഗിയാക്കി തീർക്കേണ്ടതിനായിട്ട് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രിയ അമ്മയുടെ ഹസ്ബൻഡ് പ്രിയ അച്ഛനെ ലൂയിസ് കുട്ടിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കളെ, കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാം ആശ്വസിപ്പിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ നമ്മുടെ ഇന്ന് പകൽവേള പുതുതായി കടന്ന പ്രിയ സഹോദരൻ സുജിത്തിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് തൻ്റെ കുടുംബ നാട്ടിലായിരിക്കും. ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി നമ്മുടെ ഒരുമിച്ചായിരിക്കുന്ന ദിവസങ്ങളിൽ അതിലേക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പലരും ശാരീരികമായ ക്ഷീണത്തോടെ, രോഗികളായ പ്രയാസത്തോടെയൊക്കെ ആയിരിക്കുന്നവരുണ്ട്. ദൈവം അവരെല്ലാം സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പലരും സുഖമില്ലാതെ ഭാരപ്പെട്ട് ആശുപത്രിയിലും ഭവനങ്ങളൊക്കെ ആയിരുന്നു. ദൈവം വിടുതൽ നൽകി, പൂർണ്ണമായി വിടുതൽ അവർക്ക് നൽകേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സവനാദർശൻ്റെ രണ്ടാമത്തെ മകൾ ജാനിസിന് ഒരു സർജറി കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നല്ലോ. പ്രിയ ദൈവം പൂർണ്ണമായ സൗഖ്യം കൽപ്പിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രയാസത്തിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിച്ച് വിടുവിക്കേണ്ടതിനായി ദൈവകരങ്ങൾ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് 10 മണിക്ക് നടക്കുന്നതായ ആസ്ട്രോളിയും ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വളരെ കാലമായി ദൈവസന്നിധാനത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ദൈവം അത് അത്ഭുതകരമാവണം നമുക്ക് പൂർത്തീകരിച്ച് തരേണ്ടതിനായി ദൈവത്തിൻ്റെ കരം ആ ശുശ്രൂഷകളൊക്കെ വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെല്ലാം ഓർത്ത് തുടർന്നുള്ള വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായും പ്രാർത്ഥിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. അവിടുത്തെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. സഭയായി അവിടുത്തെ സന്നിധിയിൽ പ്രഭാതത്തിൽ ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച അവിടുത്തെ വലിയ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ വചനം പ്രഘോഷിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സകലതും അവിടുത്തെ മഹത്വത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള ഭുജങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും ഓർമ്മശക്തിയും എല്ലാം നൽകി അവരെ ബലപ്പെടുത്തണമേ. സമൂഹത്തിൽ അവർ ശ്രേഷ്ഠരായി ജീവിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ മധ്യയെ കടന്നു വന്ന ദേവദാസന്മാർക്കായി സ്തോത്രം. അവരോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഒരു ദിവസം കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. പ്രിയ ജോർജ് കുട്ടിച്ചാനെ അമ്മാമയോർത്ത് സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവെ നിന്റെ സാന്നിധ്യം കൊണ്ട് അവരെ ബലപ്പെടുത്തണമേ. സമാധാനത്തോടെ ദേശത്ത് ചെന്ന് ഫ്യൂണറൽ ചടങ്ങിനെല്ലാം സംബന്ധിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യയെ പുതുതായി കടന്ന സുജിത്പ്രദനായി സ്തോത്രം. കുടുംബമായി കുഞ്ഞിനെ സഹായിക്കണമേ. ജോലി സ്ഥാനങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ആലയത്തിൻ്റെ പണിക്കായി ഞങ്ങൾ കാൽ വെക്കുമ്പോൾ, മുന്നോട്ട് ചുവട് വെക്കുമ്പോൾ കർത്താവെ നിന്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് കൃപ പകർന്ന്, ഞങ്ങൾ ബലം പകർന്ന് ഞങ്ങളെ മുന്നോട്ട് വഴി നടത്തുന്ന കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന ഈ പ്രവൃത്തി യഹോവയാൽ സാധ്യമാക്കി തന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം. കാലങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മുമ്പിൽ യഹോവ ഞങ്ങൾക്ക് വഴി തുറന്നു തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഈ പ്രവൃത്തി അന്ത്യത്തോളം വിശ്വസ്തയോടെ ബലത്തോടെ നടത്തുവാൻ, കർത്താവെ അവിടുത്തെ ആലയത്തിന് പണി പൂർത്തിയാക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ പകരണമേ എന്ന് പ്രാർത്ഥി. ബുദ്ധിയോടെ വിവേകത്തോടെ ഹാലേലിയ ദേശത്ത് ജീവിച്ച് നിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ നിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ മേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, വിശുദ്ധിയോടെ കൈനീട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല മഹത്വവും തിരുമേനിക്ക് അർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം ഇന്ന് പകൽവേള കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചൊല്ലുന്നു. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് തരിയൻ ആൽബനി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുകളുടെ നോർത്ത് അമേരിക്കൻ സഭകളുടെ വൈസ് പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകൽവേള നമ്മോടൊപ്പമുണ്ട്. പ്രത്യേകം നമ്മുടെ പ്രിയ ജോർഡിച്ചാൻ്റെ മകൾ ടീനയുടെ സഭയുടെ ശുശ്രൂഷകനായിട്ട് പ്രിയ കർത്താവിൻ്റെ ദാസനായിരിക്കുന്നു. ഇന്ന് പകൽവേള ഒരുമിച്ചായിരിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസനെ സന്തോഷത്തോടെ സഭയായി ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു, സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ അഭിവാദനങ്ങൾ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ രാജൻ ജോർജ്, എൻ്റെ മുൻ പാസ്റ്റർ ജോഷുവ, ഇവിടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഇന്ന് പ്രഭാതത്തിൽ വന്ദനം ചെയ്യുകയാണ്. വിശേഷാൽ എൻ്റെ പ്രിയ അങ്കിൾ ജോർജ് കുട്ടിച്ചാനെയും ബിൽസമ്മാമയോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മകൾ ടീന കുടുംബം അടിയൻ്റെ കൂടെ വർഷങ്ങളായി കർത്താവിനെ ആരാധിക്കുകയും ഞങ്ങളുടെ സഭയുടെ കൗൺസിൽ മെമ്പറായും അവർ വർക്ക് ചെയ്യുന്നു. അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ വന്ദനവും ഈ സഭയെ അറിയിക്കുവാൻ പറഞ്ഞു. അവരുടെ വന്ദനവും അറിയിക്കുന്നു. ഇവിടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ഷോജി അവർകൾ എൻ്റെ കസിൻ ബ്രദറാണ്. ദേവദാസൻ്റെ വന്ദനവും സഭയെ അറിയിക്കാൻ പറഞ്ഞു. സഭയെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ജീവിതത്തിൻ്റെ ആദ്യമായിട്ട് ഈ രാജ്യത്തൊന്ന് വരാനായിട്ട് ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ 20 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ടുള്ള വിളി ദൈവം എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നൽകി. ആ വിളിയോട് പ്രതികരിച്ച് സ്തോത്രം ദൈവത്തെ സേവിപ്പാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ നടത്തി. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അടുത്ത അരമണിക്കൂറാണ് എനിക്ക് ശുശ്രൂഷിപ്പാനായി നൽകിയിരിക്കുന്നത്. സമയം കീപ്പ് ചെയ്യണമെന്നുള്ളത് എനിക്ക് പ്രത്യേകമുള്ളത് കൊണ്ട് എനിക്ക് ദൈവം നൽകിയതായ ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകലത്തെ ദൈവജന ചിന്തയ്ക്കായിട്ട് നാം എടുക്കുന്നത് ഫോർ ടുഡേസ് മെഡിറ്റേഷൻ ലെറ്റ് us read a passage
from the Bible book of Exodus, chapter 15, verses 22 to 27. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഒരു ദൈവിക ചിന്ത നിങ്ങളുമായി ഈ രാവിലെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും അടുത്ത 30 മിനിറ്റ്സ് എന്നെ ശ്രദ്ധിക്കണം എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ഒരു തലവാചകം കൊടുത്താൽ മാറ ടു എലീം, മാറയിൽ നിന്ന് എലീമിലേക്കുള്ള യാത്ര എന്ന് തലവാചകം കൊടുത്ത് ഈ സന്ദേശം ഞാൻ ആരംഭിക്കുകയാണ്. 22-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അനന്തരം. അനന്തരം എന്ന പദം ഞങ്ങളെ ദൈവജനം പഠിപ്പിച്ച കോശവതി സാറ് പറയാറുണ്ട്. അതുകൊണ്ട് അനന്തരം എന്നുള്ള പദങ്ങൾ, therefore എന്നുള്ള പദങ്ങൾ കാണുമ്പോൾ അവിടെ ഒന്ന് പോസ് ചെയ്ത് മുൻപ് എന്താ സംഭവിച്ചതെന്ന് ചിന്തിച്ച് പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയാറുണ്ട്. അനന്തരം എന്ന പദം അവിടെ കാണുന്നത് 14-ാം അധ്യായം, ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഡിവൈൻ ഡീറ്റോർ, ഇന്നലെ ഞാൻ ഒറ്റ വാക്കിൽ ഓർപ്പിച്ചതുപോലെ ഒരു ഡിവൈൻ ഡീറ്റോർ മോശയ്ക്കും ജനത്തിന് ദൈവം കൊടുത്തു. അവരെ അവിടെ കൊണ്ടുചെന്ന് ഡെഡ് എൻഡിൽ കൊണ്ടു നിർത്തി ദൈവത്തിൻ്റെ മഹത്വം അവർ മുമ്പിൽ വെളിപ്പെടുത്തി. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദ ചാപ്റ്റർ ഓഫ് വിക്ടറിയാണ്, ചാപ്റ്റർ ഓഫ് വിജയത്തിൻ്റെ, ദ സെലിബ്രേഷൻ ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ ഒരു ആഘോഷമാണ് 15-ാം അധ്യായം പ്രാരംഭമായ വാക്യങ്ങൾ. ഒരു പ്രിയപ്പെട്ട സഹോദരി അവർക്ക് ദൈവം നൽകിയതായ ആ മിറക്കിൾ അവരാഘോഷിക്കുകയാണ്. ലീഡർഷിപ്പിൽ അവരാഘോഷിച്ച് ഇങ്ങനെ വരുമ്പോൾ എന്നെ ശ്രദ്ധിക്കണം, എൻ്റെ പദങ്ങൾ ശ്രദ്ധിക്കണം. ദ വിക്ടറി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് അവർ വരുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് they reached the place of മാറ. അവർ മാറ എന്ന മരുഭൂമിയിലെത്തി. മാറ എന്ന മരുഭൂമിയിൽ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ മാറയുടെ അനുഭവങ്ങൾ വന്നു കയറും. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ പറയുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റ് വെരി ക്ലിയറായി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മാറയുടെ അനുഭവങ്ങൾ നാം പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകും, ഉണ്ടാകും, ഉണ്ടാകും, ഉണ്ടാകും. ഒന്നും കൂടെ ഞാൻ പറയുന്നു, നാം ഒരു സെലിബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കംഫോർട്ട് സോണിലായിരിക്കുമ്പോൾ, നാം എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന സമയത്തായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ മാറയുടെ അനുഭവങ്ങൾ കയറി വരുന്നത്. മാറയുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന 7 പാഠങ്ങൾ. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. യു കനോട്ട് ഗെറ്റ് റിഡ് ഓഫ് യുവർ മാറാസ്. നിങ്ങളുടെ മാറകളെ നിങ്ങൾക്ക് ഒഴിവായി പോകാൻ പറ്റില്ല. നിങ്ങളുടെ മാറകളെ, എൻ്റെ മാറയെ നാം ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ. നമുക്കൊരിക്കലും നമ്മുടെ മാറയിൽ നിന്ന് യൂ ടേൺ എടുത്ത് പോകാൻ പറ്റില്ല. ഒന്നും കൂടെ ഞാൻ പറയുന്നു, നമ്മളുടെ മാറകളെ നമ്മുടെ ജീവിതത്തിൽ നാം ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ടത്? നമുക്കൊരിക്കലും അത് മാറിപ്പോകാൻ പറ്റില്ല. ബിക്കോസ് യു ഹാവ് വെൽത്ത്, യു കനോട്ട് എസ്കേപ്പ് യുവർ മാറ. നിങ്ങൾക്ക് ഒത്തിരി സമ്പത്തുള്ളത് കൊണ്ട് നിങ്ങളുടെ മാറയെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞേ? ബൈബിളിൽ ഏറ്റവും മാറ അനുഭവിച്ച വ്യക്തി ഞാനല്ല, യോബാണ്. യോബ് ആ കാലഘട്ടത്തിൽ സമ്പന്നനായിരുന്നു. സമ്പന്നനായിട്ടും തൻ്റെ മാറയെ തനിക്ക് ഒഴിവായി പോകാൻ പറ്റിയില്ല. ബിക്കോസ് യു ആർ എ ഫേമസ് പേഴ്സൺ, യു കനോട്ട് എസ്കേപ്പ് യുവർ മാറ. നിങ്ങൾ ഒത്തിരി ഫേമസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാറയെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ യോബിന്റെ പുസ്തകത്തിൽ എഴുതിയൊക്കെ ഇങ്ങനെയാണ്: ആ കാലത്തിൽ കിഴക്കേ ദേശത്ത് മുഴുവൻ ആ മനുഷ്യനെ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ട്, യു ആർ എ ഗുഡ് പേഴ്സൺ, നല്ല മനുഷ്യനായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാറയെ ഒഴിവാക്കി പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം യോബിനെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്, അവൻ ആ തലമുറയിൽ നീതിമാനും ഭക്തനുമായിരുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിലെ മാറ, ഈ സ്റ്റേറ്റ്മെന്റ് തലമണ്ടയിൽ ഒന്ന് എഴുതി വെക്കേ, ഹൃദയത്തിൽ എഴുതി വെച്ച്, നമ്മുടെ ജീവിതത്തിലെ മാറകളെ നമുക്ക് ഒഴിവായി പോകാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാ, മാറയിൽ കയറ്റി വിട്ടു ദൈവം തമ്പുരാൻ അതിനെ ഓവർകം ചെയ്യാനുള്ള ദൈവ സാന്നിധ്യവും കൂടെ നിന്റെ മേൽ തരാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട് ഞാൻ വേഗത്തിൽ എൻ്റെ സമയത്തിനുള്ളിൽ 7 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു സൂചന നൽകിയതുപോലെ ജീവിതത്തിൽ ഒത്തിരി മാറയിലൂടെ കടന്നു പോയ വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ പുറപ്പാട് പുസ്തകമാണ് പഠനത്തിനായി, എൻ്റെ പേഴ്സണൽ പഠനത്തിനായി എടുത്തത്. അങ്ങനെ ഓരോ ചാപ്റ്ററുകൾ പഠിച്ചു പോകുമ്പോൾ ഓരോ വാക്കുകൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അത് ഞാൻ നോട്ടായിട്ട് എഴുതി വെച്ചു. ഈ ദിവസങ്ങളിൽ പോകുന്നിടത്തൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് തിരഞ്ഞെടുത്തു. കാരണം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഈ സഭയിലും അത് പങ്കുവെക്കാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് പാഠങ്ങളാണ് നമ്മൾ മാറയിൽ നിന്ന് പഠിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ചിന്തിക്കുക,
നിങ്ങളുടെ മാറയെ നിങ്ങൾ ഫേസ് ചെയ്യും. നിങ്ങൾക്ക് ഏജ് എത്രയുണ്ടെന്നോ, ഫേമസ് ആണെന്നോ, നിങ്ങൾ എഡ്യൂക്കേഷൻ ഉണ്ടെന്നോ, നിങ്ങൾ അമേരിക്കയിൽ ജീവിക്കുന്നെന്നോ, നിങ്ങളിനി ഒമാനി ജീവിക്കുന്നെന്നോ, OPയിലെ കൗൺസിൽ മെമ്പർ ആണെന്നോ, നിങ്ങൾ യു ഫേസ് യുവർ മാറാസ്. യു ഷുഡ് ഫേസ് യുവർ നിങ്ങളുടെ മാറയെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിലും മതിയാവും. ഒന്നാമത്തെ ചിന്ത, നിങ്ങൾ ആ 25-ാമത്തെ വാക്യം നോക്കൂ. ഞാൻ ആ ടെക്സ്റ്റിൽ, ഒരു ടെക്സ്റ്റൽ മെസ്സേജ് ആണ്. ഈ ടെക്സ്റ്റിൽ നിന്ന് എങ്ങോട്ട് ഞാൻ മാറിപ്പോകില്ല. നിങ്ങൾക്ക് ആ 5-6 വാക്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുകയാണ്. 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ അവിടെ വെച്ച് അവരെ പരീക്ഷിച്ചു. വാക്യങ്ങൾ നമ്മൾ പിന്നെയും വായിക്കും, അതുകൊണ്ട് സമയലാഭത്തിനെയും വായിക്കാം. അവിടെ വെച്ച് യഹോവ അവരെ പരീക്ഷിച്ചു. ദ പ്ലേസ് ഓഫ് മാറ ഈസ് ദ പ്ലേസ് ഓഫ് ടെസ്റ്റ് എന്നാണ് ഒന്നാമത്തെ ചിന്ത. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, ഈ 7 വാക്കുകൾ നിങ്ങൾ എന്നെ മറന്നാലും മറക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ പദങ്ങൾ നിങ്ങൾക്ക് ഉപയോഗമായി വരും. ഇത് മാറയുടെ സ്ഥലം നമ്മളെ പരീക്ഷിക്കുന്ന സ്ഥലമാണ്. ദൈവം നമ്മൾ എന്ത് ചെയ്യുക? ദ പ്ലേസ് ഓഫ് മാറ ഈസ് എ പ്ലേസ്, ടൈം ഓഫ് ടെസ്റ്റ് ആണ്. നമ്മളെ ടെസ്റ്റ് ചെയ്യുക. എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? എന്താണ് പരീക്ഷ? ഞാനൊരു കാര്യം പറയാം, ഒരു ചിന്ത കൂടെ പറയാം. പരീക്ഷ എന്നും നമുക്കില്ല. പരീക്ഷ എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിൻ്റെ അവസാനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനമായിരിക്കാം. പരീക്ഷ എന്ന് പറയുന്നത് ടെമ്പററിയാണ്. നമുക്കെന്നും പരീക്ഷയില്ല. സ്വത്രം പറഞ്ഞേ, എന്നും പരീക്ഷയില്ല. ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ അത് ടെമ്പററി. നമ്മൾ അതിലൂടെ കടന്നു പോകുന്നേ ഉള്ളൂ. കണ്ണൊന്നിൻ്റെ താഴ്വരയിൽ കൂടെ നാം കടന്നു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, എന്നും നിനക്ക് പരീക്ഷയല്ല. ഈ പരീക്ഷയുടെ ഗോ ത്രൂ ചെയ്യാൻ ദൈവം നിന്റെ കൂടെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ രാവിലെ സ്തുതിച്ചാട്ടെ. എന്താ പരീക്ഷിക്കുന്ന ദൈവം? ഹൗ യു റെസ്പോണ്ട് ദ ടൈം ഓഫ് മാറ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ് ദൈവം പരീക്ഷിക്കുന്നത്. എന്താ പരീക്ഷിക്കുക ദൈവം? പറഞ്ഞ മിണ്ടിക്ക്, എന്താ പരീക്ഷിക്കുക ദൈവം? നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട്? there is a two type of people. 2 ടൈപ്പ് ആൾക്കാർ അവിടെ ഉണ്ട്. ഒന്ന് മോശ, 2 ഇസ്രായേൽ ജനം ഈ മാറയിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്തേ? നിങ്ങളെ വാക്യത്തിൽ കാണാൻ പറ്റും. എന്താ റെസ്പോണ്ട് ചെയ്തേ? അവര് പെറുപെറുത്തു എന്നാ പറയുന്നത്. കണ്ടോ, പെറുപെറുത്തു. ദൈവത്തിന്റെ അത്ഭുതം കണ്ടതായ പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ അത്ഭുതം കണ്ട പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച് കേൾക്കണമേ. വിത്തിൻ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ജനം, വിത്തിൻ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നന്മ അനുഭവിച്ച ജനം, വിത്തിൻ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ നന്മയെ ഓർക്കാതെ പിറുപിറുക്കാൻ തുടങ്ങി. ദൈവം നിന്നെ പരീക്ഷിക്കുക. ഈ മാറയിൽ നീ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? സെയിം ടൈം ലീഡർ എന്താ ചെയ്ത്? ഈ മോശ എന്താ ചെയ്ത്? അവിടെ കൊടുത്തിട്ടുണ്ട്. മോശ 26-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, അല്ല 25-ൽ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യഹോവയോട് അവൻ എന്ത് ചെയ്തു? അപേക്ഷിച്ചു. എൻ്റെ ചോദ്യം ശാന്തമായി കേട്ടെ, ഹൗ യു റെസ്പോണ്ട് ദ ടൈം ഓഫ് യുവർ മാറാഷ്. നിങ്ങളുടെ മാറയിൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നേ? എങ്ങനെ റെസ്പോണ്ട്? ശാന്തമായി കേട്ടെ, തലയുടെ മുകളിലൂടെ പോകാതെ ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടെ. എങ്ങനെയാ നിങ്ങളുടെ മാറയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നേ? മാതാപിതാക്കൾ കരഞ്ഞ് നിലവിളിച്ച് വിശുദ്ധ വേദപുസ്തകം എടുത്തിറങ്ങി അവരുപവസിച്ചും പ്രാർത്ഥിച്ചും നന്മകൾ നമ്മൾ പ്രാപിച്ച് എപ്പോഴൊക്കെയോ മാറ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ ദൈവത്തെ വിട്ടകന്നു പോയവരാണെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധ നിയോഗത്തോടെ ഞാൻ പറയുന്നു, കർത്താവ് എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുന്നു. നീ എങ്ങനെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നേ? നീ എങ്ങനെ? എല്ലാവരോടും സന്ദേശമല്ല, എനിക്ക് നന്നായി അറിയാം, എല്ലാവരും സന്ദേശമല്ല ഇത്. പക്ഷേ പരിശുദ്ധാത്മാവ് ചിലരോട് ചാട്ടുള്ളി പോലെ ഇന്ന് രാവിലെ ഇടപെടുകയാണ്. നീ എങ്ങനെയാണ് നിന്റെ മാറയിൽ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നേ? പ്രാർത്ഥനാ മുറിയിൽ കയറുന്നോ, പുറപുറുക്കുന്നോ? നീ പ്രാർത്ഥനാ മുറിയിൽ കയറുന്നോ, പുറപുറുക്കുന്നോ? നീ പ്രാർത്ഥനാ മനുഷ്യനായി മാറുന്നോ, അതോ ദൈവത്തെ മറന്നു കളയുന്നോ? ഒന്ന്, the place of Mara is a place of test. അത് പരീക്ഷയുടെ സ്ഥലമാണ്. എന്താ പരീക്ഷിക്കുന്നത്? നമ്മൾ ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ മോശയെ ദൈവം എവിടേക്ക് നയിച്ചെന്നറിയാമോ? പ്രാർത്ഥനയിലേക്ക് നയിച്ചു. കേട്ടെ, the place of Mara is a place of prayer. പ്രാർത്ഥനയുടെ സ്ഥലമാണ്. എന്താ ഞാൻ പറഞ്ഞേ? കൈപ്പിന്റെ അനുഭവങ്ങൾ നമ്മളെ പ്രാർത്ഥനാ മുറിയിലേക്ക്, വാർ റൂമിലേക്ക് നമ്മളെ കയറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? സ്തോത്രം. നിങ്ങളും നമ്മളും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മെ പ്രാർത്ഥനയിലേക്ക് ദൈവം നയിക്കുകയാണ്.
സ്നേഹിത, നിന്റെ പ്രശ്ന നടുവിൽ നീ പ്രാർത്ഥനാ മുറിയിൽ കയറ്. നീ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്ക്. ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥനയ്ക്ക് കയറിയാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കും. ഭാഷയ്ക്ക് എങ്ങനെ അറിയാം? അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ അതേ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ വിശദീകരിക്കുന്നില്ല, അവിടെ ഇങ്ങനെ വായിക്കുന്നത് 25-ാമത്തെ വാക്യം തന്നെ. 25-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. When you are ready to pray, God will give you some provision. ദൈവം നിനക്ക് വേണ്ടി പ്രൊവിഷൻ ഒരുക്കാൻ ശക്തനാ. എത്ര പ്രിയപ്പെട്ട സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? നീ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു പ്രൊവിഷനെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരാൻ ദൈവം വിശ്വസ്തൻ തന്നെയാ. The place of Mara is a place of prayer. Third one, the place of Mara is a place of provision. അവന്റെ കരുതലിന്റെ സ്ഥലമാണ്. സ്തോത്രം 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 സ്തോത്രം. പാസ്റ്റർ, ഞങ്ങളുടെ കണ്ണുനീരിലും മാറയിലൊക്കെ ഞങ്ങൾ കരുതൽ അങ്ങനെ കാണുന്നില്ലല്ലോ. ഞാൻ പറയാം, ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം നിയമങ്ങളെല്ലാം എനിക്ക് വിരോധമായി സെൻട്രൽ ജയിൽ അടച്ചു കിടക്കുമ്പോൾ 2,70,000 ദിർഹംസ് ബ്ലഡ് മണി കൊടുക്കുവാൻ പണമില്ലാതെ 9 വർഷം ജയിലിൽ കിടന്ന എന്നെ 5.5 മാസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രൊവിഷൻ എനിക്ക് വേണ്ടി ഒരുക്കി എൻ്റെ വിലങ്ങുകളെ അടിച്ച് എന്നെ പുറത്തു കൊണ്ടുവന്ന യേശു ക്രിസ്തുവിനെ ഇന്ന് പകലിൽ ഒമാൻ പട്ടണത്തിന് ഉയർത്തി പറയുകയാണ്, എൻ്റെ ദൈവം മാറയിൽ പ്രൊവിഷൻ നൽകുന്ന ദൈവം തന്നെയാ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട് മക്കളെ പ്രാർത്ഥിക്കാൻ നീ കയറ്. നിനക്ക് വേണ്ടി പ്രൊവിഷൻ തരാ എൻ്റെ ദൈവം ഇന്ന് വിശ്വസ്തനാ. ഈ വൃക്ഷത്തെ എൻ്റെ സന്ദേശത്തിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാം. ഒരു വൃക്ഷം ഉണ്ട്, അത് വൃക്ഷം ദൈവം അവനെ കാണിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണമേ, 3 ചിന്ത ഞാൻ പറഞ്ഞു. ദ പ്ലേസ് ഓഫ് മാറ ഈസ് എ പ്ലേസ് ഓഫ് പ്രൊവിഷൻ. അടുത്തത്, ആ പ്രൊവിഷൻ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആ പ്രൊവിഷനെ മോശ ചെയ്ത കാര്യം ശ്രദ്ധിക്കണമേ. 25-ാമത്തെ, മോസസ് threw a branch of the tree into the water became fit to drink. അതിന്റെ ഒരു കൊമ്പ് വെട്ടി എന്നാണ് ഇലക്ട്രിവേഷൻ. കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ വെള്ളം അവർക്ക് കുടിക്കത്തക്കവണ്ണം മധുരമായി മാറി. അർത്ഥാൽ ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു, നിന്റെ മാറയിൽ നിനക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം. നിന്റെ മാറയിൽ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. ഹൃദയത്തിനകത്ത് എഴുതി വെക്ക്. മറ്റൊന്നും ശ്രദ്ധിച്ചില്ല, ഇന്ന് രാത്രി ഇത് എഴുതി വെച്ച് നിന്റെ മാറയിൽ ഒരു പ്രൊവിഷൻ നിനക്ക് നൽകിയെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ നീ തയ്യാറുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, അതിനെ യഥാർത്ഥ രീതിയിൽ ആ പ്രൊവിഷനെ നീ ഉപയോഗിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നീ ഒരു അത്ഭുതത്തെ കാണാൻ ഇന്ന് രാവിലെ പ്രതീക്ഷിക്കുക. ഈ ആലയത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ദൈവ സാന്നിധ്യം ഈ ഓളിനകത്ത് വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. മാറയിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൈപ്പിന്റെ അനുഭവങ്ങൾ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് രാവിലെ പറയുന്നു, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ കരങ്ങളെ തട്ടി ഒരു നിമിഷം ഒന്ന് ആരാധിക്കാമോ? അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാവിലെ അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാ വിശ്വസ്തനാ ദൈവമാ. You can expect a miracle today. ഇന്ന് രാവിലെ ഒരു അത്ഭുതം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം. ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം നാം പ്രാർത്ഥനാ മുറിയിൽ കയറിയത് അവന്റെ മുൻപിലായതുകൊണ്ട്. ശ്രദ്ധിക്കണമേ, ഈ 4 ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ. ഒന്ന്, ഇതൊരു ടെസ്റ്റാണ്. നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. 2, നിങ്ങളെ ഈ പ്രാർത്ഥനാ മുറി കയറ്റും. 3, പ്രാർത്ഥനാ മുറിയിൽ കയറിയാൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. പ്രൊവിഷൻ ഉണ്ടെങ്കിൽ we can expect a miracle. ഓക്കെ, മിറക്കിൾ കണ്ടു. ഉടനെ കർത്താവ് പറഞ്ഞൊരു പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. 26-ാമത്തെ വാക്യം മലയാളത്തിൽ. 26-ാമത്തെ വാക്യം തോന്നുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച്
നമുക്ക് പലപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ്, എനിക്കറിയാം ഫെമിലിയർ പോർഷനാണ് ഇത്. അത്ഭുതവും പ്രൊവിഷനും നമുക്ക് സ്തോത്രം പറയാൻ ഒത്തിരി ആവേശം തരുന്ന കാര്യമാണ്. പക്ഷേ മാറയിൽ ദൈവം പ്രധാനമായി ആഗ്രഹിക്കുന്നത് God will give you instructions. അവിടെ വെച്ച് നമുക്ക് ചട്ടങ്ങൾ തരും. എന്തോ നമ്മുടെ കഷ്ടതയിൽ നമ്മെ ചില ഗുണപാഠങ്ങൾ പഠിപ്പിക്കും. Are you ready to learn few instructions from the Lord? ദൈവത്തിൽ നിന്ന് ചട്ടങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എവിടെയോ പഴയ നിയമത്തിൽ വാക്യമുണ്ട്, കഷ്ടതയിലായത് ഗുണമായി അവന്റെ ചട്ടങ്ങൾ പഠിക്കാൻ. കേട്ടെ, അപ്പോ ഇവിടെ വെച്ച് പരിശുദ്ധമ പറയുക, മക്കളെ ഞാൻ നിനക്കൊരു പ്രൊവിഷൻ തന്നു, നീ അത് വെട്ടിയിട്ട് അത്ഭുതമായി. ഓൾറൈറ്റ്, വെരി ഗുഡ്. പക്ഷെ എനിക്ക് ഈ കഷ്ടതയിൽ I need to teach something. എനിക്ക് ചില കാര്യം പഠിപ്പിക്കാനുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താ പഠിപ്പിക്കാനുള്ളേ? കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണമേ. യഹോവയുടെ വാക്ക് നീ കേൾക്കണമെന്നല്ല പറയുന്നേ, നീ ശ്രദ്ധയോടെ കേൾക്കണം. കേൾക്കുന്നതും ശ്രദ്ധയോടെ കേൾക്കുന്ന വ്യത്യാസമുണ്ട്. ഇതിനകത്തും എല്ലാ സഭയിലും ഈ രണ്ട് കൂട്ടരുമുണ്ട് കേട്ടോ. എൻ്റെ സഭയിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. കേൾക്കുന്നവരുണ്ട്, കേട്ട് തലയോടെ പോകുന്നവരുണ്ട്. ഞാൻ യൂഷ്വലി പവർ പോയിന്റ് ഇട്ട് എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നമ്മൾ വെറുതെ ഈ വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഈ സന്ദേശമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മെസ്സേജൊക്കെ ഉണ്ടാക്കി വന്നിട്ട് നിങ്ങളുടെ തലമണ്ടയോടെ പോയാൽ എന്തു ഗുണം? സ്തോത്രം. ദേവാസന്മാരൊക്കെ ഇതിൻ്റെ പിന്നിൽ കുറേ അധ്വാനിച്ചിട്ടാണ് സന്ദേശമായിട്ട് പ്രസവവേദനയോടെ ഞങ്ങൾ വരുന്നേ. ഇതെങ്ങനെ പ്രസവിച്ചിടണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനമില്ലായിരുന്നെങ്കിൽ എങ്ങനെയാ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ശ്രദ്ധയോടെ വചനം കൈക്കൊള്ളുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം, നിങ്ങൾ കേട്ടു. നിങ്ങളത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. കൈക്കൊണ്ടുന്ന പാനത്തിൽ സ്തോത്രം മെസ്സഞ്ചർ വേർഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, എംബ്രേസ് ദ വേർഡ് എന്നാ. അവൻ കെട്ടിപ്പുണർന്നു എന്നാ പറയുന്നത്. കേട്ട വചനത്തെ എന്ത് ചെയ്തു? അവൻ കെട്ടിപ്പുണർന്നു. അവൻ കേട്ടു, കൈക്കൊണ്ടു. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, നിങ്ങളത് വിശ്വസിച്ചപ്പോൾ നിങ്ങളിലേക്ക് എന്ത് ചെയ്തു? വ്യാപരിച്ചു എന്നാ പറയുന്നത്. ആ പദങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കേൾക്കുന്നവരുണ്ട്, കേട്ടിട്ട് കൈക്കൊള്ളുന്നവരുണ്ട്. കൈക്കൊണ്ട് വിശ്വസിക്കുക കഴിയുമ്പോൾ നിങ്ങളിലേക്ക്, എന്നിലേക്ക്, ആ പ്രശ്നത്തിലേക്ക് വചനം പെർഫോം ചെയ്യും. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന ദൈവഭക്തന്മാരുണ്ട്. നിന്റെ പ്രശ്നത്തിനകത്ത് വചനം റീമയായി, പ്രവൃത്തിയായി ഇന്ന് രാവിലെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ വചനത്തെ ശ്രദ്ധിച്ചു കേട്ട്, എന്റെ ദൈവം എനിക്ക് വേണ്ടി എന്തോ ഇന്ന് രാവിലെ ചെയ്യുന്നു പറയുമ്പോ യേശു നാമം പറയാൻ എത്ര ദൈവമക്കൾ രാവിലെ ഉണ്ട്. The place of Mara is a place of instructions. അവന് നിബന്ധനകൾ വെക്കുന്ന ദൈവമാ. എന്താ വെച്ചേ അവിടെ? ശ്രദ്ധയോടെ കേൾക്കണം, അവന് പ്രസാദമുള്ളത് ചെയ്യണം. അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല അനുസരിക്കണം. അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ, ശകലം എന്നല്ല പറഞ്ഞേ, all instructions, എല്ലാ ചട്ടങ്ങളും കണ്ടിന്യൂസ്വായി പ്രമാണിപ്പാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്ന് രാവിലെ എന്താ മാറി നമ്മൾ പഠിപ്പിക്കുന്ന അറിയാമോ? പ്ലീസ് ലിസൺ. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. അത് കേട്ട് അതനുസരിച്ച് അവന് പ്രസാദമുള്ള ചെയ്ത് തുടർമാനമായി അവന്റെ പുറകെ നടക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുമെന്നാ പറഞ്ഞേ. അപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻസ്ട്രക്ഷൻസ് നൽകുന്ന സ്ഥലമാണ്. ആറാമത്തെ, അങ്ങനെ ചെയ്താൽ there is a condition. അങ്ങനെ ചെയ്താൽ ഉടനെ കർത്താവ് പറയുന്നത് അറിയാമോ? ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും വിശദീകരിക്കുന്നില്ല. അതിന് ഞാൻ കൊടുക്കുന്നത് the place of Mara is a place of promises. എന്താ ഞാൻ പറഞ്ഞേ? നിനക്ക് വരുത്തത്തില്ല, നിന്നെ നയിക്കും, നിന്നെ കൊണ്ടുപോകും. ഞാൻ യഹോവയായിരിക്കും, ഞാൻ സൗഖ്യദായകനായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ. എന്നെ കേൾക്കണം, നിന്റെ മാറയിൽ ഒരു പിടി വാഗ്ദത്തത്തെ ഈ പകൽ തരാൻ ദൈവവിശ്വസ്തനാ. സ്തോത്രം. ദൈവം നൽകിയ പ്രോമിസസ് ആ മക്കളെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ.
ഞാനിങ്ങനെ പിക്ചറിൽ കാണുന്ന പോലെ കാണാറുണ്ട്. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ യായിറോസിൻ്റെ ഭവനത്തിൽ യായിറോസ് തൻ്റെ കുഞ്ഞിൻ്റെ മരണം കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നിങ്ങളെന്നെ കേൾക്കണേ, 2 മിനിറ്റ് കേൾക്കണമേ. സ്തോത്രം. ഈ യായിറോസ് ഇങ്ങനെ വന്ന് ഷോറിൽ വന്ന് ഈശോയുടെ അടുക്കൽ വന്നു. ഈശോയോട് പറഞ്ഞു, ഈശോ എൻ്റെ വീട്ടിലേക്ക് വരണം, എൻ്റെ കുഞ്ഞ് മരിക്കാറായി. ഓ വരാം. എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കർത്താവുമായിട്ട്. ഒരു മൾട്ടിറ്റ്യൂഡ് 12 ശിഷ്യന്മാർ ഒന്നിച്ച് യാത്ര പോകുന്ന വഴിയിൽ ഒരു മാന്യ വനിത വന്ന് ഈശോയെ തൊട്ടു. നിങ്ങൾക്കറിയാമല്ലോ, ഈശോയുടെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സൗഖ്യമായി. ഇത് കർത്താവ് മനസ്സിലാക്കിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവിടെ ഒരു പരസ്യോഗം നടത്തി. എന്താ? ആരായിരുന്നു തൊട്ടേ? പറ. സഹോദരി വെളിപ്പെടുത്തി. നിങ്ങൾക്കറിയാമല്ലോ, കയ്യിൽ ചൂടുവെള്ളം വീണ കഥ അങ്ങോട്ട് നോക്കി പറയാം. സഹോദരിമാർ സാക്ഷി പറയാൻ തുടങ്ങിയാൽ കേമാട്ടിൽ നിന്ന് അരി മേടിച്ച കഥ തുടങ്ങും. അച്ഛാ തോർന്നേ, കണ്ണു തുറന്നിരുന്നേ. കേമാട്ടിൽ നിന്ന് അരി മേടിച്ച കഥ തുടങ്ങി നീളത്തിൽ അങ്ങ് സാക്ഷി പോകും. ഈ സഹോദരിയൊക്കെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യായിറോസിന്റെ മുഖത്ത് നിങ്ങൾ നോക്കിക്കേ. യായിറോസ്, അച്ഛാ ഞാൻ ആദ്യമേ നിന്റെ അടുത്ത് വന്നേ, നീ എൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിയതാ, താമസിക്കല്ലേ, കൊച്ചു മരിക്കാറായി. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ ബൈബിളിലുള്ളതാ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് എന്താ പറഞ്ഞേ? എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. യായിറോസിന്റെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ അന്നേരം പറഞ്ഞ ഈ സഹോദരോട് മിണ്ടി പറഞ്ഞിരിക്കരുത്. ശ്രോത്രം അങ്ങനെയൊന്നും പുള്ളി പറഞ്ഞില്ല. യായിറോസ് അവിടെ നിൽക്കുമ്പോൾ യായിറോസ് പേടിച്ചു പോയെന്ന് കർത്താൻ മനസ്സിലായി. പേടിക്കില്ലേ? 12 വർഷമായ ഒരു കുഞ്ഞ് മരിച്ചും പേടിക്കില്ലേ? ഒന്നും മിണ്ടെന്നേ ഓപ്പിയക്കാര്, പേടിക്കുമെന്നേ. ഏതപ്പനും അമ്മയും പേടിക്കും. ഈ മനുഷ്യൻ പേടിച്ചു എന്ന് കർത്താവ് കണ്ടപ്പോൾ കർത്താവ് ഇങ്ങനെയാ, ഒരു ഭക്തൻ വില്യം കയറി മാത്യു ഹെൻറി പറഞ്ഞൊരു പദം ഇങ്ങനെയുണ്ട്. എന്തെന്നറിയാമോ? യേശു അവനെ അണച്ചു നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട. അടുത്ത പദം ഇങ്ങനെയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എനിക്ക് ചോദിക്കാൻ ചോദ്യമുണ്ട് ദൈവത്തോട്. കർത്താവേ, ഒരു മണിക്കൂർ മുമ്പ് നീ എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ, ഞാൻ നിന്നെ വിളിച്ചപ്പം ഷോറിൽ വെച്ച് കണ്ടപ്പോൾ നീ നേരെ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ, ഇന്നലെ ഈ കാര്യം നടന്നിരുന്നെങ്കിൽ, കഴിഞ്ഞ മാസം നടന്നിരുന്നെങ്കിൽ, നമ്മളൊക്കെ പറയാറില്ലേ, അന്ന് ഞാൻ വന്നിരുന്നെ, അന്ന് എൻ്റെ അപ്പാപ്പൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ. ഒന്നും നടക്കില്ല. നമ്മളൊക്കെ പറയുന്നത് അന്ന് അപ്പാപ്പൻ കൊണ്ടുവന്നെങ്കിൽ ഞാൻ ഷേക്കായി പോനെ. ഒന്നും നടക്കില്ല. ദൈവത്തിന് നിന്റെ വിഷയത്തിൽ ഇടപെടാൻ ഒരു സമയമുണ്ട്. ദൈവത്തിന് നിന്റെ വിഷയത്തിൽ ഇടപെടാൻ സമയമുണ്ട്. ചെവി തുറന്ന് കേട്ടെ, ദൈവത്തിന് നിന്റെ വിഷയത്തിൽ ഇടപെടാൻ സമയമുണ്ട്. അതൊരു നല്ല സമയം തന്നെയാ. ദൈവം ഇടപെട്ടാൽ കാര്യങ്ങളെ മാറ്റിമറിക്കുക. ദൈവം വിശ്വസ്തനാ. ദൈവം പറഞ്ഞിങ്ങനെയാണ്, നീ ഭയപ്പെടാണ്ട് വിശ്വസിക്കാൻ. ഞാനിങ്ങനെ പഠിച്ചപ്പോൾ മനസ്സിലായത്, ആ നിൽക്കുന്ന ഷോറിൽ നിന്ന് 7 മൈൽ, ഏകദേശം 7 മൈൽ ദൂരമുണ്ട് യായിറോസിന്റെ വീട്ടിലേക്ക്. അടുത്ത മണിക്കൂറുകൾ ഈ മനുഷ്യൻ നടക്കുന്നത് എങ്ങനെയാ? ആകപ്പാടെ കയ്യിലുള്ളത് യേശു പറഞ്ഞൊരൊറ്റ പദം, ജസ്റ്റ് ബിലീവ് മീ. കഴിഞ്ഞ 21 വർഷമായി ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കണ്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ നാളുകൾ ദൈവം പറഞ്ഞ ഒറ്റപ്പിടി വാഗ്ദത്തങ്ങളെ നിന്റെ കരത്തിലുണ്ടെങ്കിൽ ആ വാഗ്ദത്തം പറഞ്ഞു നടക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഒമാന്റെ മണ്ണിനകത്ത് ദൈവം നിന്നെ വാഗ്ദത്തം പറഞ്ഞു കൊണ്ടുവന്നെങ്കിൽ, വാഗ്ദത്തം പറഞ്ഞു നടക്കാൻ തയ്യാറുണ്ടെങ്കിൽ, വാഗ്ദത്തത്തെ ദൈവം നിവർത്തിയാക്കുക. ദൈവം ഇന്ന് വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ വചനത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നവർ കരമടിച്ച് ദൈവത്തെ പകൽ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിനക്കെന്നും മൂല്യമുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ പ്രോമിസുകൾ ഫുൾഫിൽ ആകുന്ന പകലായി മാറട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ ജ്യേഷ്ഠന്റെ നാവിൽ കൊടുത്തൊരു പദമാണ്, നിന്നെ തകർക്കാനോ നിന്നെ മുടിക്കാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവരും. ഞാൻ ജാമ്യം പോലും കിട്ടാതെ ആദ്യം ജയിലിൽ കിടക്കുന്ന കാലത്ത് അച്ഛൻ പറഞ്ഞൊരു പദമാണ്. അതൊരു പ്രോമിസായിരുന്നു എനിക്ക്. അതിനുശേഷം ഏകദേശം 4.5 മാസത്തോളം ശരീരം മുഴുവൻ തകർന്നവനായി, മനസ്സ് തകർന്നവനായി കിടക്കുമ്പോൾ ഞാനെന്നും പറഞ്ഞൊരു പദമുണ്ട്, എന്നെ പണിഞ്ഞെടുത്ത് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ, you should write down the God's promises. നീ രാവിലെ നിന്റെ വേദപുസ്തക സൈഡിൽ എഴുതി വെക്ക്, നിന്റെ പേഴ്സണൽ ഡയറിയിൽ എഴുതി വെക്ക്. ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു നടക്കുക. നിന്റെ കുഞ്ഞിനെ കുറിച്ച് നിനക്കൊരു ഭാരമുണ്ടെങ്കിൽ, അവനെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തം വല്ല ഓർമ്മയുണ്ടെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധ നിയോഗത്തോടെ പറയുന്നു, വാഗ്ദത്തം ഒന്ന് എഴുതി വെക്കുന്നേ. എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണെങ്കിൽ, എന്റെ ദൈവം വിശ്വസ്തനാണെങ്കിൽ, ഇന്ന് രാവിലെ സഭയോട് ഞാൻ പറയുന്നു, ദൈവം വാക്ക് മാറത്തില്ല, അവൻ പാലിക്കുന്നവൻ തന്നെയാ. സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു മൈൽ സ്റ്റോൺ ദിവസമാണ്. എനിക്കറിയില്ല ഇവിടുത്തെ ചരിത്രം എന്താണെന്നുള്ളത്, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ആരൊക്കെയോ പ്രോമിസ് കേട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരൊക്കെയോ ഞങ്ങളെപ്പോലെ യൗവനക്കാര ഉപദേശിമാർ ഇവിടെ വന്നിരുന്ന് പോകും, ഞങ്ങൾ പോലെ വന്നൊരു പ്രസംഗിച്ചിട്ട് പോകും. പക്ഷേ 21 വർഷമായി പൈനീർ വർക്ക് മാത്രം ചെയ്യുന്ന, പ്രിയ പങ്കളിൽ തന്നെ അറിയാം, പൈനീർ വർക്ക് മാത്രം ചെയ്യുന്ന ഒരു സുശേഷകനാണ് ഞാൻ. ഇന്നെനിക്ക് 6 ക്യാമ്പസ് ചർച്ചും ഒരു മെയിൻ ചർച്ചുമുണ്ട്. വിവിധ ഭാഷയിൽ ആരാണ് നടക്കുന്നു. പക്ഷേ 20 വർഷം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങി ഒരു ആരുമില്ലാത്ത പട്ടണത്തിൽ പോയി കരയാൻ തുടങ്ങിയതിൻ്റെ കണ്ണുനീരിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ ഞാൻ ഇന്ന് കാണുന്നുണ്ടെന്ന് രാവിലെ പറയാ. ഈ സഭയെ സംബന്ധിച്ച് ഒരു വാഗ്ദത്ത നിവർത്തിയുടെ ദിവസമാണെന്ന് വിശ്വസിക്കുന്നവർ കണ്ണുനീരോടെ ഞാൻ പ്രസംഗിച്ച് പറയുകയാണ്, ഇതൊരു മൈൽ സ്റ്റോൺ ആണ്. ചില ഭക്തന്മാരുടെ കണ്ണുനീരാണ്, ചില മാതാപിതാക്കളുടെ കരച്ചിലാണ്, ചില ദൈവദാസന്മാരുടെ അധ്വാനമാണ്. അതിനോട് പ്രതികരിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയട്ടെ. ഒരേ മനസ്സോടെ ഐക്യതയോടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ഈ രാജ്യത്തെ നിങ്ങൾക്ക് പിടിക്കാം. പ്രതികരിച്ച് റാമാന അംദന രഗദന ഹഷിയാധന ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകുക, എൻ്റെ നിമിഷങ്ങൾ മുന്നോട്ട് ഓടുന്നല്ലോ. The place of Mara is a place of promises. ഒരു പ്രോമിസ് കിട്ടിയാൽ അടുത്തത് ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്നത് ഹോപ്പാണ്. എന്താ ഹോപ്പ് ഇവരെ സംബന്ധിച്ച്? ഒരു തുള്ളി വെള്ളത്തിന് കരഞ്ഞ ഈ പ്രിയപ്പെട്ടവർ നടന്ന് ചെന്ന സ്ഥലം അറിയാമോ? ദ പ്ലേസ് ഓഫ് എലീം, ദ പ്ലേസ് ഓഫ് അബണ്ടൻസ് എന്നാണ് അർത്ഥം. ദ പ്ലേസ് ഓഫ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ സ്ഥലത്തെത്തിയവർ. എനിക്കത് ഒത്തിരി വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു കാര്യം ഞാൻ ഒറ്റ വാക്ക് ഹെഡിങ് മാത്രം പറയുക. നിനക്കൊരു പ്രോമിസ് ദൈവം തന്നെങ്കിൽ നിനക്കൊരു ഹോപ്പുണ്ട്. ഹോപ്പുണ്ട്. മാറയിൽ തീരത്തില്ല. സ്വത്രം പറഞ്ഞെടുത്തേ, മാറയിൽ തീരത്തില്ല. മാറയിൽ നീ തീരില്ല. മാറയിൽ തീരില്ല. ഞാനൊരു ആത്മീയ ചിന്ത പറയാം. ഈ മോശ പ്രാർത്ഥിക്കാനിരുന്നു. മക്കളെ കേട്ടെ, മോശ പ്രാർത്ഥിക്കാനിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. മോശ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ മൂലഭാഷയിൽ ഒരു ഭാഗമുണ്ട്, ബിഹോൾഡ് നടക്കുന്നത്. കണ്ടാലും മോശയോട് പറയുന്നത് ഇങ്ങനെയാ, മോശസ് ബിഹോൾഡ്, കണ്ടേ, ഇത് കണ്ടേ. ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുക. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്ന് പറഞ്ഞാൽ കണ്ടാലെന്ന് പറഞ്ഞ അർത്ഥം, ഞാനിപ്പോൾ ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട് മോനെ നോക്കിക്കേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാൻ അവിടെ ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? ഒന്ന് കണ്ടേ, ഇതൊന്ന് കണ്ടേ എന്ന് ഞാൻ പറയുമ്പോൾ മാറയിൽ നീ ഒറ്റയ്ക്കല്ല. കേൾക്കുന്നുണ്ടോ? അതായത് മൂലഭാഷ പഠിക്കുമ്പോൾ എങ്ങനെയാ പറഞ്ഞത്? അവന്റെ സാന്നിധ്യം നിന്റെ മാറയിൽ ഉണ്ടെന്നുള്ള. ഓ, എന്താ പറഞ്ഞേ? എന്താ ഞാൻ പറഞ്ഞേ? നീ തീച്ചൂളയിൽ പോകുമ്പോൾ നാലാമനായി അവൻ ഉണ്ടെന്നർത്ഥം. നീ മരുഭൂമിയിൽ കയറി പോകുമ്പോൾ അവന്റെ സാന്നിധ്യം ഉണ്ടെന്നർത്ഥം. നീ കാരാഗ്രഹത്തിൽ ചെല്ലുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, അവൻ ഉണ്ടെന്നർത്ഥം. നീ ഒരു ക്യാൻസർ പേഷ്യന്റ് ആകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, അവൻ ഉണ്ടെന്നർത്ഥം. നീ രാവിലെ നിന്റെ മാറയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച നിനക്ക് പ്രോമിസ് കിട്ടിയ പിന്നെ ഹോപ്പ് എന്താ? പ്രതീക്ഷ സ്ഥലമാ. The place of Mara is a place of hope. എന്താ ഹോപ്പ്? I'm walking to the place of Elim. ഞാൻ എൻ്റെ സമയം തീരെ 5 മിനിറ്റ് കൊണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വൃക്ഷത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുക. എന്നെ ശ്രദ്ധിക്കണം, ശാന്തമായി ശ്രദ്ധിക്കണം. 5 മിനിറ്റ് അവസാനിപ്പിക്കുക. ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. എന്താ ഈ വൃക്ഷം? 2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് വെക്കുക. 2 വാക്യങ്ങൾ വായിക്കുമോ? യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് എസെക്കിയേൽ 70:24. ആ വൃക്ഷത്തെ ഒന്ന് പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുക. കേട്ടെ, ആ വാക്യം ശ്രദ്ധിച്ചേ. And all the trees of the land shall know that I the Lord have brought down the high tree. ഞാൻ ഉയരത്തിലുള്ളൊരു വൃക്ഷത്തെ
മറ്റൊരു വേർഷൻ ഉന്നതത്തിലിരുന്നൊരു വൃക്ഷത്തെ താഴ്ത്തി 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 കൊണ്ടുവന്ന് പച്ചയായൊരു വൃക്ഷത്തെ കൊണ്ടുവന്ന് ഉണക്കി. എന്നെ കേൾക്കണം, ഞാൻ പറഞ്ഞത് കേൾക്കണേ, നിർത്തിക്കൊള്ളാം. ഉണക്കിയ വൃക്ഷം കൊണ്ട് ഉണങ്ങിക്കിടന്ന വൃക്ഷത്തെ ഫ്ലറിഷാക്കി, പുതുജീവൻ കൊടുത്തെന്ന പുതുജീവൻ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടെ, ഉണങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ കൂടെ ഉണങ്ങിയ കമ്പ് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് എന്താ പറഞ്ഞ ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്താൽ അത് പച്ച പിടിക്കുമോ? വിരോധാഭാസമല്ലേ അത്? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഉണങ്ങിക്കിടക്കുന്ന ഒരു കൊമ്പ് ഉണങ്ങിപ്പോയി, അതിൻ്റെ കൂടെ ഉണങ്ങിയ കമ്പ് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ അത് പച്ചയാകുമോ? നിങ്ങളെന്ത് പറയുന്നേ? നിങ്ങളെന്താ പറയുന്നേ? പറ്റില്ല, പറ്റില്ല. അതൊരു വിരോധാഭാസമായ സംഭവമാണ്. എന്നാൽ പച്ചയായ ഒരു തണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവെക്കും. അത് നമുക്ക് റോമർ 11 കാണാം. കാട്ടൊലിവായ നമ്മെ നല്ല ഒലിവിനോട്, അല്ലേ എന്നാ പറയുന്നത്? അപ്പോ പച്ചയായ ഒരു വൃക്ഷം, ഉന്നതത്തിലിരുന്ന് പച്ചയായ വൃക്ഷം, ആ വൃക്ഷത്തെ താഴ്ത്തി 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 കൊണ്ടുവന്ന് ഉണങ്ങിപ്പോയി. ഉണങ്ങിയപ്പോൾ ഉണങ്ങിക്കിടന്ന വൃക്ഷത്തെ പുതുജീവൻ കൊടുക്കുന്നു. ഇത് ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളും അറിയണം. പച്ചമരം എന്നുള്ളത് ഈശോ തന്നെ കുറിച്ച് പറഞ്ഞ പദമാണ്. ഒരു വാക്യം വായിക്കേ, ഇത് തെളിയിച്ച് അവസാനിപ്പിക്കുക. ലൂക്കോസ് 23:31 വായിച്ചേ. ഈശോ ക്രൂശ് മരണത്തിൽ കർത്താവിനെ അടിച്ച് അവനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ഈശോ പറയുന്ന 3 മെറ്റഫോഴ്സ് പദങ്ങളുണ്ട് അവിടെ. അതിന് രണ്ടാമത്തെ പദമാണ് 23:31, ലൂക്കോസ് 23:31. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ. ഈശോയ്ക്ക് കൊടുക്കുന്ന പദമാണ്, ഞാനാണ് പച്ചമരം. എഗസ്കേൽ 17 പ്രവചന ഭാഗമാണ്, ഈശോയെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഉന്നതത്തിൽ ഒരു പച്ചമരം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്നുണ്ടോ? ആ മരത്തെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്നു ഉണങ്ങി, കാൽവരി ക്രൂശിൽ വെച്ച് ഉണക്കിയിട്ട് ഉണങ്ങിക്കിടന്ന എന്നെയും നിങ്ങളെയും പുതുജീവൻ തരാൻ വേണ്ടി അവനെ കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ഇത് ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങളും അറിയണം, ഭൂമിയിലുള്ള സകല മനുഷ്യരും അറിയണം. ഞങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് വിളിച്ച് ഈ ഹോളിനകത്ത് വന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിന്നെ സമ്പന്നനാക്കാൻ വേണ്ടി, നിന്നെ പുതുജീവൻ തരാൻ വേണ്ടി, നിത്യജീവൻ തരാൻ വേണ്ടി ആകാശത്തിൽ പച്ചമരമായിരുന്നവൻ താഴേക്ക് ഇറങ്ങി വന്ന് നിന്റെ കണ്ണിന് മുമ്പിൽ വരച്ചു കാണിച്ച് അവൻ നിനക്ക് വേണ്ടി തകർന്നത് വാർത്ത നീ അറിയണം. അറിയണം, അറിയണം, അറിയണം. എല്ലാ മനുഷ്യരും അറിയണം. തേജസ് ഉള്ളവനായ ഒരുവൻ മേളിലുണ്ടായിരുന്നു, പച്ചമരമായിരുന്നു. അവനെ താണഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന് മാനവകുലത്തിന്റെ മുമ്പിൽ അവനെ നിർത്തി. 4 കോടതികൾ മാറി മാറി വിസ്തരിച്ചു. റോമൻ കോടതിയും മതക്കോടതികളും മാറി വിസ്തരിച്ചിട്ട് അവനെ ക്രൂശിക്കാൻ ഇട്ടുകൊടുത്തപ്പോൾ ഒന്നുകുറകെ 40 അടികടിച്ച് അവനെ ഉണക്കിക്കളഞ്ഞു. പക്ഷേ അവനോട് ചേർത്ത് നമ്മെ നിർത്തി നമുക്ക് പുതുജീവൻ നൽകിയ ദൈവശേഖത്തിന്റെ ആഴം ഇന്ന് രാവിലെ ആരും മറക്കരുത് കേട്ടോ. ഈ യേശു ക്രിസ്തുവിനെ ഇന്ന് പരസ്യമായി ഞാൻ ഇവിടെ ഉയർത്തിയിട്ട് ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനായി തീരണതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ ഈ സഭ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക, എൻ്റെ സമയം തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറകളെ നിങ്ങൾ ഒഴിവായി പോകാൻ പറ്റില്ല. ഈ മാറയിൽ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്ന 7 പാഠങ്ങളുണ്ട്. 1, ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുക. 2, നമ്മളെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറ്റുക. 3, അവിടെ ദൈവം നമുക്ക് ചില പ്രൊവിഷൻ തരും, ചില മിറക്കിളുകൾ ദൈവം നമുക്ക് നൽകും. സ്തോത്രം. ചില ചട്ടങ്ങൾ ദൈവം പഠിപ്പിക്കും. നിനക്ക് ചില പ്രോമിസ്, ഒരു പിടി പ്രോമിസുകൾ ദൈവം തരും. നിന്നെ നടത്തി എലീമിൽ കൊണ്ടെത്തിക്കും. ഈ പച്ച മരത്തിൽ മാത്രമാണ് നിന്റെ മാറയുടെ റെമഡി. ഈ പച്ച മരത്തിൽ മാത്രമേ ഉള്ളൂ. ദ പ്ലേസ് ഓഫ് ഹീലിംഗ്, the place of forgiveness, the place of peace, the place of salvation, the place of redemption. എല്ലാത്തിനും ഒറ്റ റെമഡി ഈ പച്ച മരം തന്നെയാ. ചെവി തുറന്ന് കേട്ടെ, ഈ യേശു ക്രിസ്തു എന്ന ആ പച്ച മരത്തിൽ തന്നെയാണ് നിന്റെ വിഷയത്തിന് റെമഡി.
യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ഹോളി അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവർ പറഞ്ഞ്, എന്റെ മാറി ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നെ നടത്തുകയാണ്. ഇതിനകത്ത് ചില ഗുണപാഠങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ്, ചില പാഠങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ പോവുകയാണ് എന്ന് വിശ്വസ്തീയ മക്കൾ ഇന്ന് രാവിലെ അല്പസമയം സ്തോത്രം ചെയ്താട്ട് ദൈവം ചില മാറയെ മധുരമാക്കാൻ അവന്റെ കരം ചലിക്കുന്നു. ചില മിറക്കിളിനകത്ത് ദൈവം തമ്പുരാൻ നൽകുകയാണ്. പരിശുദ്ധമായ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് അല്പസമയം സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. റീമാന ആശിയാന്ധന ആത്മാവിൻ നാവുകളെ ചലിക്കട്ടെ, ആത്മാവിൻ നാവുകളെ ചലിക്കട്ടെ. ചില മാറയെ ദൈവം തമ്പുരാൻ ഈ പകൽ മധുരമാക്കുന്നു, ചില പാഠങ്ങളെ പഠിപ്പിക്കുന്നു, ചില മിറക്കിൾ ഓളിനകത്ത് നടക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവ സാന്നിധ്യം ഓളിനകത്ത് വ്യാപരിക്കുകയാണ്. എൻ്റെ കൂടെ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടുന്നവർ 2 മിനിറ്റ് എൻ്റെ കൂടെ വന്നേ. 2 മിനിറ്റ് പാട്ട് പാടുന്നവർ. എൻ്റെ സമയം എനിക്ക് നൽകിയ സമയത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയാണല്ലോ. നിങ്ങൾ ഒരു നിമിഷം എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നേ. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് മാറയെ മധുരമാക്കി തീർത്ത ദൈവത്തെ ഒന്ന് പാടി കർത്താവിനെ ഒരു നിമിഷം ഒന്ന് ആരാധിപ്പാൻ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ നമുക്ക് പാടാം. ഹല്ലേലൂയ. മാറയെ മധുരമാക്കി തീർക്കും അവൻ, പാറയെ പിളർന്ന് ദാഹം പോക്കും അവൻ, മരുഭൂമിയിലെ ദൈവം എനിക്ക് അധിപതിയെ തരും അവൻ, പുതുമന്നെ അത് മതിയെ. തുടക്കം ഇങ്ങനെ എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി. എല്ലാവരും ഒരു നിമിഷം ഒരു നിമിഷം, ഒറ്റ നിമിഷം, ഒരു 2 മിനിറ്റ് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ മാറയെ ഈ ആരാധന മധ്യേ മധുരമാക്കാൻ കഴിവുള്ളവർ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിച്ച് ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുകയാണ്. ഈ മരുവിൽ എനിക്കൊരു റെമഡി ഉണ്ടെങ്കിൽ എൻ്റെ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. ശേലാറാമാന ഹസിയാന്ധന മാറയെ മധുരമാക്കി തീർക്കുമാവേ, മധുരമാക്കി തീർക്കുമാവേ, പാറയെ പിളർന്നു ദാഹം പോക്കുമാവേ, പാറയെ പിളർന്നു ദാഹം പോക്കുമാവേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഫറവോനു ഞാൻ ഇനി അടിമയല്ല, ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഹല്ലേലൂയ. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാമല്ലോ. കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് കടന്നു വരാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാമല്ലോ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാൻ ധ്യാനിപ്പാൻ നമുക്കിടയായി തീരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക്